കർണാടകയിലെ നാഗർഹോളെ ടൈഗർ റിസർവിലെ കാകനകോട്ടെ വൈൽഡ് ലൈഫ് സഫാരിയാണ് ഇന്നത്തെ സ്റ്റോറി. ഈ കാണുന്ന സഫാരി സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാടിനുള്ളിലേക്ക് പോകുന്നത്. നല്ലപോലെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്ന സൗകര്യപ്രദമായ സീറ്റുകളുള്ള പുതിയ ബസ്സുകളിലാണ് നമ്മളെ ഇവർ കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സഫാരി തുടങ്ങുന്നതിന് മുന്നേ വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. തിരക്കുള്ള ദിവസങ്ങളാവുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നും വരാം. രാവിലെ 6:30 മുതൽ 9:30 വരെയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുമാണ് 2 സഫാരികളാണ് ഇവിടെയുള്ളത്. കേരളത്തിൽ നിന്നും വരുന്നവർക്ക് മാനന്തവാടി വന്ന് ബാവലി വഴി ഏകദേശം 35 കിലോമീറ്റർ വണ്ടിയോടിച്ചാൽ ഇവിടെ എത്താം. അതിനിടയ്ക്ക് കുറച്ചു ദൂരം നാഗർഹോളെ ഫോറസ്റ്റിനുള്ളിലൂടെ വരണം. ഭാഗ്യമുണ്ടെങ്കിൽ വരുന്ന വഴിയിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും. കബനിയിൽ വൈൽഡ് ലൈഫ് സഫാരി എടുത്താൽ കാണാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ആനിമൽസിനെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒറ്റ ഒരു സഫാരിയിൽ കിട്ടിയതല്ല, ഒന്നിലധികം സഫാരി എടുത്തപ്പോൾ കിട്ടിയതാണ്. ഏതെങ്കിലും ഒരു ആനിമൽ മിസ്സായിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പറഞ്ഞു നിൽക്കുന്നതിനിടെ ഞങ്ങളുടെ സഫാരി തുടങ്ങി. സഫാരി തുടങ്ങിയാൽ പിന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ഒറ്റ ആഗ്രഹം മാത്രമായിരിക്കും, ഒരുപാട് ദൂരം വണ്ടിയിലിരുന്ന് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് തന്നെ ഒരു ടൈഗറിനെ കാണണേ എന്ന്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞ പോലെ ഉണ്ടല്ലേ. സാരമില്ല, ഈ ബസ്സിൽ ഞാനും പോകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ അധിക ദൂരം മുന്നോട്ട് പോകേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് മുന്നേ കാടിനുള്ളിലേക്ക് കയറിയ സഫാരി ബസ് ഏതോ ഒരു ആനിമലിനെ കണ്ട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. കാടിനുള്ളിൽ നിന്നും അലാം കോൾ കേട്ട് നിർത്തിയതാണ്. കടുവയോ പുലിയോ പോലുള്ള ഇരപിടിയന്മാരെ കാണുമ്പോൾ മാനുകളും കുരങ്ങന്മാരും അതുപോലെയുള്ള മറ്റ് ചെറിയ മൃഗങ്ങളും ഒക്കെ ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കും. അതിനെയാണ് അലാം കോൾ എന്ന് പറയുന്നത്. ഈ റോഡ് സൈഡിലെ കാടിനുള്ളിൽ എവിടെയോ ടൈഗർ ഉണ്ട്. അത് പുറത്ത് വരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ടൈഗർ ഞങ്ങളുടെ ബസ്സിൻ്റെ പിന്നിൽ കുറച്ച് ദൂരെയായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് വണ്ടി ഓടിച്ച് പോയി നോക്കിയെങ്കിലും കടുവ പോയ വഴിയിലെ കാൽപ്പാടുകൾ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. കണ്ടില്ലേ, 2 മൈനകൾ ഇരിക്കുന്നത് കണ്ടോ? ഒരു ആനയുടെ പുറത്താണ് ഈ ഇരിക്കുന്നത്. മൈനകൾ ഇങ്ങനെ യാതൊരു കൂസലും ഇല്ലാതെ ആനയുടെ പുറത്ത് ഫ്രീ റൈഡ് നടത്തുന്നത് എന്തിനാണെന്നറിയുമോ? ആനകൾ കാട്ടിനുള്ളിലൂടെ പുല്ല് മേഞ്ഞ് നടക്കുമ്പോൾ ഈ പുല്ലിനും ചെടികൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്ന പ്രാണികളെ എളുപ്പത്തിൽ പിടിച്ചു കഴിക്കാം എന്നുള്ളത് കൊണ്ടാണ്. മൈനകളെ മാത്രമല്ല, കൊക്കുകളെയും ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ആനയുടെ ശരീരത്തിലെ പരാദജീവികളെ മൈനകൾ ഭക്ഷണമാക്കാറുമുണ്ട്. മയിലുകൾ ഇങ്ങനെ പീലി വിരിച്ച് ഡാൻസ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആകാശത്ത് മഴക്കാറ് കാണുമ്പോഴാണ് മയിലുകൾ ഇങ്ങനെ പീലി വിരിച്ച് ഡാൻസ് ചെയ്യുന്നതെന്നാണ് പൊതുവെയുള്ള ധാരണ. ശരിക്കും അതല്ല കാരണം. തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആൺമയിലുകൾ ഇങ്ങനെ പീലി വിരിച്ച് ഡാൻസ് ചെയ്യുന്നത്. പീലികൾ അടുക്കി വെച്ച ഭംഗിയും നൃത്തത്തിൻ്റെ താളവും എനർജിയും ഒക്കെ ഇഷ്ടപ്പെട്ടാലേ പെൺമയിലുകൾ ഇംപ്രസ്ഡ് ആവുകയുള്ളൂ. സാധാരണ നമ്മൾ എപ്പോൾ സഫാരി തുടങ്ങിയാലും ആദ്യം തന്നെ കാണുന്ന ആളാണ് ഈ പോകുന്നത്. ഇന്ന് പക്ഷേ എന്തോ കുറച്ച് ലേറ്റായി കാണാൻ. ഇതിനു മുന്നെയൊക്കെ സഫാരിക്ക് വന്നപ്പോൾ മരക്കൊമ്പിലിരുന്നോ ആകാശത്ത് പറന്നോ മാത്രമേ ഞാൻ ഈ പരുന്തിനെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിലത്തിറങ്ങി കാണുന്നത്. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളാണിത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇളം നിറത്തിലും ഈ മരക്കൊമ്പിലിരിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ളതുമായ രൂപഭേദങ്ങളിൽ ഈ പരുന്തുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചേഞ്ചബിൾ ഹോക്ക് ഈഗിൾ എന്നും ഇതിന് വിളിപ്പേരുണ്ട്. ഒന്ന് സൈലൻ്റായി നിന്നാൽ ഈ പരുന്തിന് ചുറ്റും മറ്റ് കിളികളുടെ ബഹളവും കേൾക്കാം നിങ്ങൾക്ക്. ചെറിയ കിളികളെയും മുയലുകളെയും അതുപോലെ തന്നെ ചെറിയ കുരങ്ങന്മാർ, അണ്ണാൻ, ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ജീവികളെ വേട്ടയാടുന്നതിൽ മിടുക്കനാണ് ഈ പരുന്ത്. അതുകൊണ്ടാണ് അപകടം തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള കിളികൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അതിൽ തന്നെ ഒരു തിത്തിരി പക്ഷി ഈ പരുന്തിനെ ആക്രമിക്കാനും നോക്കുന്നുണ്ട്. തിത്തിരികൾ ശരിക്കും നിലത്താണ് മുട്ടയിടാറുള്ളത്. മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആക്രമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന മാൻവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും വലിയവരാണ് ഈ കാണുന്ന മ്ലാവുകൾ, സാമ്പാർ ഡിയർ. സഫാരി ബസ് കണ്ടപ്പോൾ നല്ല ശ്രദ്ധയോടെ നോക്കുകയാണ്. ഈ ബസ്സും ബസ്സിലെ ആളുകളെയൊക്കെ കണ്ടിട്ടൊന്ന് ചെറുതായി പേടിച്ചിട്ടുണ്ട്. വാല് പൊക്കി നിൽക്കുന്നത് കണ്ടില്ലേ? തൊട്ടപ്പുറത്ത് പേടിയൊന്നും ഇല്ലാതെ നിലത്ത് കിടക്കുന്ന വേറൊരാളുണ്ട്. കുറേ ദൂരെയായിട്ടൊരു ചെറിയ ചെളിക്കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുന്ന വേറെ 2 പേരുമുണ്ട്. ഇതിൽ കൊമ്പുള്ളതാണ് ആൺമ്ലാവ്. ആൺമ്ലാവുകൾക്ക് മാത്രമേ കൊമ്പുണ്ടാവുകയുള്ളൂ.
ഇന്നത്തെ ഞങ്ങളുടെ സഫാരിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സൈറ്റിംഗ് ആണ് ഈ സഫാരി ട്രാക്കിനോടും ബസ്സിനോടും ഒക്കെ ചേർന്ന് വളരെ അടുത്തായി നിൽക്കുന്ന ഈ കൊമ്പനാന. അതിന് 2 കൊമ്പുകൾ കണ്ടില്ലേ? ബസ് അടുത്താണെങ്കിലും ഞങ്ങൾ ബസ്സിനുള്ളിൽ ബഹളം ഉണ്ടാക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ആന ഡിസ്റ്റർബ്ഡ് അല്ല. വളരെ കാമായിട്ട് പുല്ല് മേഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ ആനകളും ഇത്ര സഹകരണ മനോഭാവം ഉള്ളവരായിരിക്കണമെന്നില്ല കേട്ടോ. നിലത്ത് മുട്ടുന്ന അത്രയും വലുപ്പമുള്ള കൊമ്പുകളുള്ള വേറൊരു ആനയും ഈ കാട്ടിലുണ്ടായിരുന്നു. മിസ്റ്റർ കബനി, ഭോഗേശ്വര, ഐരാവത് എന്നൊക്കെയായിരുന്നു ടൂറിസ്റ്റുകളും ഫോട്ടോഗ്രാഫർമാരും അതിനെ വിളിച്ചിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആ ആന ചിരിഞ്ഞു. അത്രത്തോളം തന്നെ കൊമ്പിന് വലുപ്പമില്ലെങ്കിലും ജൂനിയർ ഭോഗേശ്വര എന്ന് വിളിക്കുന്ന വേറൊരു ആനയും ഈ കാട്ടിലുണ്ട്. വരുന്ന ഒരു സഫാരിയിൽ ഞാൻ അതിനെ കാണിച്ചു തരാം. പിറ്റേ ദിവസം മോർണിംഗ് സഫാരിയിലെ സൈറ്റിംഗ് പതിവ് തെറ്റിക്കാതെ ആദ്യം തന്നെ ഒരു മാനായിരുന്നു. പിന്നെ എങ്ങോട്ടൊക്കെയോ നോക്കി എന്തൊക്കെയോ ചിന്തിച്ച് മഴയിൽ നനഞ്ഞിരിക്കുന്ന ഒരു സർപ്പൻ്റ് ഈഗിളിനെയും കിട്ടി. മഴയായതിനാൽ കാടിനുള്ളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ചെറിയ 2 കീരികൾ എന്തിനെയോ പിടിക്കാനുള്ള ശ്രമത്തിലും. കുറച്ചു നേരം അനങ്ങാതെ ശ്രദ്ധിച്ചിരിക്കും, പിന്നെ പെട്ടെന്ന് ചാടി പിടിക്കും. അതാണ് പരിപാടി. ആദ്യം ഞാൻ കരുതിയത് ഈ വെള്ളക്കെട്ടിൽ കാണുന്ന ചെറിയ മീനുകളെ പിടിച്ചു തിന്നുകയാണെന്നാണ്. അടുത്തെങ്ങും കുളമോ പുഴയോ ഒന്നും ഇല്ലാതെ മീനുകൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓർത്ത് നിൽക്കുമ്പോൾ ഡ്രൈവറാണ് പറഞ്ഞത് അത് മീനല്ല, തവളക്കുഞ്ഞുങ്ങളാണെന്ന്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് കീരികൾ അധികവും പാമ്പുകളെയാണ് ഭക്ഷണമാക്കാറുള്ളത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒത്തുകിട്ടിയാൽ ഏത് ചെറിയ ജീവികളെയും വലിയ പക്ഷികളെയും ഒക്കെ ആഹാരമാക്കി കളയും ഈ ചെറിയ കീരികൾ. അവിടെ നിന്നും വണ്ടിയെടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന കാഴ്ച കിട്ടി. ഇതാ ഒരു കടുവ സഫാരി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. ബസ് ഓടിച്ചടുത്തെത്തുമ്പോഴേക്കും കടുവ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഇനിയും സഫാരി ഉണ്ടല്ലോ. കടുവ നമുക്ക് മുമ്പിൽ വരും, വരാതെ എവിടെ പോകാനാ അല്ലേ? കബനിയിൽ സഫാരിക്ക് വരുമ്പോൾ എവിടെ താമസിക്കും എന്നുള്ളത് പറഞ്ഞു തരാം ഇനി. സഫാരി സെൻറ്ററിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മൈസൂർ ഭാഗത്തേക്ക് വന്നാൽ റോയലിൻ എന്ന പേരിലുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. കബനിയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാറുള്ളത്. ഈ ഏരിയയിൽ തന്നെ വളരെ മികച്ച ഒരു സ്റ്റേ ഓപ്ഷനാണ് റോയലിൻ. ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. കണ്ടില്ലേ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ റൂമെന്ന്. ആഫ്റ്റർനൂൺ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്ന വലിയൊരു കൊമ്പനാനയെ കിട്ടി. ആനയെ കണ്ടു കഴിഞ്ഞ് കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോയിട്ടും വേറൊരു ആനിമലിനെ ഞങ്ങൾക്ക് സഫാരിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ വേറെ സഫാരി വണ്ടികൾ നമ്മുടെ അടുത്ത് അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. കാടിനുള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ പലപ്പോഴും വളരെ അപ്രതീക്ഷിതമായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ അങ്ങനത്തെ കാഴ്ചകൾ കിട്ടണമെങ്കിൽ കുറച്ച് ഭാഗ്യം കൂടെ വേണം കേട്ടോ. ഇത്രയും സമയം ഒരു ആനിമലിനെ പോലും കാണാതെ യാത്ര ചെയ്ത ഞങ്ങളുടെ സഫാരി ബസ്സിന് മുന്നിലേക്ക് ദൂരെ സഫാരി ട്രാക്കിന് സൈഡിലായിട്ട് പെട്ടെന്നൊരു ടൈഗർ വന്നിരുന്നു. കുറച്ച് ദൂരെയാണ്. ബസ് അടുത്തേക്ക് വരുന്തോറും നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ബസ് അടുത്ത് വന്നത് ടൈഗർ ഇഷ്ടപ്പെട്ട് കാണില്ല. അതായിരിക്കും മെല്ലെ എഴുന്നേറ്റ് റോഡ് ക്രോസ് ചെയ്ത് കാടിനുള്ളിലേക്ക് പോയി കളഞ്ഞത്. അതേതാണ് ടൈഗർ എന്ന് ഞങ്ങളുടെ ബസ്സിൽ സഫാരിയിൽ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദിച്ചപ്പോൾ റാണ എന്ന് പേരുള്ള മെയിൽ ടൈഗറാണ് ആ കാടിനുള്ളിലേക്ക് പോയതെന്നാണ് അവർ പറഞ്ഞത്. ഈ മെയിൽ ടൈഗർ കാടിനുള്ളിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഏകദേശം ഒരു 1.5 മണിക്കൂർ സഫാരി ബാക്കിയുണ്ടായിരുന്നു. ആ 1.5 മണിക്കൂർ ഒന്നിനെയും കാണാതുള്ള യാത്ര തന്നെയായിരുന്നു. അങ്ങനെ സഫാരി ടൈം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള യാത്രയിൽ അടുത്ത സർപ്രൈസ് കിട്ടി. റോഡ് സൈഡിലായിട്ട് വണ്ടികൾ നിർത്തിയിട്ടത് കണ്ടോ? ഇവിടെ താഴെയായിട്ട് കാടിനുള്ളിൽ വേറൊരു ടൈഗർ കിടന്നുറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. കുറ്റിച്ചെടികൾക്കിടയിലൂടെ ആ ടൈഗറിൻ്റെ വാലും കാണാം നിങ്ങൾക്ക്. മഗ്ഗെ ഫീമെയിൽ എന്ന് വിളിക്കുന്ന ടൈഗറാണ് ആ കിടന്നുറങ്ങുന്നത്. സഫാരിക്ക് പെർമിറ്റ് ചെയ്ത സമയം കഴിഞ്ഞതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിറ്റേന്ന് രാവിലെയും പതിവ് പോലെ തന്നെ ആദ്യം കണ്ടത് മഴ നനഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം മാനുകളെ തന്നെ. നല്ല ഹെവി മഴയായിരുന്നു ആ സമയം. മഴ വരുമ്പോൾ നനയാതിരിക്കാൻ നമ്മളൊക്കെ നല്ല ഷെൽട്ടർ നോക്കി പോകുമല്ലേ. ഇവരൊക്കെ എങ്ങോട്ട് പോകാനാണെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഈ മാനുകളെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സൈഡിലുള്ള മാനുകളെല്ലാം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഓടാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവൻ തന്നെ കാരണം. വൈൽഡ് ഡോഗ്, ഇന്ത്യൻ ധോൾ അഥവാ കാട്ടുനായ. സാധാരണയായി പുലി അല്ലെങ്കിൽ കടുവ പോലെയുള്ള ഇരപിടിയന്മാരെ കണ്ടാൽ മാനുകളൊക്കെ പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കും. അലാം കോൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. പക്ഷേ ഈ വൈൽഡ് ഡോഗ്സിനെ കണ്ടാൽ അതിനൊന്നും നിൽക്കില്ല. ജീവൻ വേണോ എങ്കിൽ ഓടി രക്ഷപ്പെട്ടോളണം എന്ന അവസ്ഥയാണ്. കാട്ടിലെ ഏറ്റവും സമർത്ഥരായ വേട്ടക്കാരാണ് വൈൽഡ് ഡോഗ്സ്.
ഇവർ കൂട്ടം ചേർന്നാണ് ഹണ്ട് ചെയ്യുക. ചിലപ്പോൾ 10ൽ കൂടുതൽ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായിരിക്കും ഇവർ. കൂട്ടമായി പ്ലാൻ ചെയ്ത് ഇരയെ വളഞ്ഞിട്ട് പിടിക്കാൻ മിടുക്കരാണ് വൈൽഡ് ഡോഗ്സ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 60% മുതൽ 80% വരെയാണ്. ഇങ്ങനെ എണ്ണത്തിൽ കൂടുതലുള്ള കാട്ടുനായക്കൂട്ടം ഒത്തു കിട്ടിയാൽ ആനയെ വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. കൂട്ടമായി പിന്തുടർന്ന് ഇരയെ വളഞ്ഞ് ഓടിച്ച് ക്ഷീണിപ്പിച്ചും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗത്തിൽ തന്നെ കഴിച്ചു തുടങ്ങും. ഇര ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ആയിരിക്കും കഴിക്കുന്നത്. കാണുന്ന നമ്മൾക്കിത് ക്രൂരമായി തോന്നും, പക്ഷേ ഇതും അതിജീവനത്തിൻ്റെ ഭാഗം മാത്രമാണ്. വെറുതെ ആയിരിക്കില്ല മാനുകൾ ജീവനും കൊണ്ട് ഓടിയത്, അല്ലേ? ജൂനിയർ ഭോഗേശ്വര എന്ന് വിളിക്കുന്ന ഒരു ആനയെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ ആനയാണ് ഇത്. കൊമ്പുകൾ കണ്ടോ, നിലത്ത് മുട്ടാറായിട്ടുണ്ട്. ഇവന് നിൽക്കുന്നത് ഞങ്ങളുടെ സഫാരി ബസ്സിനോട് അടുത്തായിട്ടാണ്. വളരെ ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാ ആനകളും ഇങ്ങനെ ശാന്തരായിരിക്കുമെന്ന് ധരിക്കരുത്. ഇത് കണ്ടിട്ട് കാട്ടിലൂടെ പോകുമ്പോൾ ആനയെ കണ്ട് വണ്ടി നിർത്തി അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യരുത്. വർഷങ്ങളായി സഫാരി വണ്ടിയും അതിലെ ആളുകളെയും കണ്ട് ശീലമായി കാണും ഈ ആനയ്ക്ക്. സ്വഭാവം കൊണ്ട് ഇതുപോലെ ശാന്തനല്ലാത്ത, നമ്മുടെ പ്രസൻസ് തീരെ ഇഷ്ടമില്ലാത്ത, ഒറ്റ കൊമ്പ് മാത്രമുള്ള ഒരു ആനയെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയട്ടെ. കാടിനുള്ളിൽ മഴ പെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ മഴ കാണും, ചില സ്ഥലങ്ങൾ തീരെ കാണില്ല. കണ്ടോ, ഈ ലങ്കൂറുകൾ ഇരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് ശക്തിയായി പെയ്യുമ്പോഴായിരിക്കും ഇവരൊക്കെ ഏതെങ്കിലും മരക്കൊമ്പിൽ മഴ കൊള്ളാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മഴയത്ത് കറങ്ങി നടക്കും. ഈ കുറ്റിക്കാടിനുള്ളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തനല്ലാത്ത ആ ആന നിൽക്കുന്നത്. ഞങ്ങളുടെ ബസ് കണ്ടപ്പോൾ മുതൽ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ സ്വഭാവം മാറി. പിന്നെ കണ്ടില്ലേ, ഏകദേശം 100 മീറ്റർ താഴെ മാത്രം ദൂരമേ ഞങ്ങളുടെ ബസ്സും ആനയും തമ്മിലുണ്ടായിരുന്നുള്ളൂ. ആന കാടിനുള്ളിലായതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിർത്തി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ ചാർജ് ചെയ്തത്. ആ ഒരു ധൃതിയിൽ വീഡിയോ എടുത്തതുകൊണ്ടാണ് ഫോക്കസ് ഔട്ടായി പോയതും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 100 മീറ്റർ താഴെയുള്ള ദൂരം കവർ ചെയ്ത് ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തെത്താൻ ആനയ്ക്ക് വേണ്ടിയിരുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആനകൾ ഓടും. അതുകൊണ്ട് കാടിനുള്ളിലൂടെ പോകുമ്പോൾ ആനയെ കണ്ട വണ്ടി നിർത്തി കണ്ടുകൊണ്ടിരിക്കാമെന്ന് കരുതുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളുടെ ബസ് ഡ്രൈവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ സേഫായ ഒരു ഡിസ്റ്റൻസിൽ എത്തിച്ചത്. കാടിനുള്ളിൽ മഴയാണെങ്കിലും കബനി നദിയിൽ വെള്ളം പൊന്തിയിട്ടില്ല. ആനകളെയും മാനുകളെയും മറ്റ് മൃഗങ്ങളെയൊക്കെ ഈ പച്ച വിരിച്ച കബനി നദിക്കരയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണിപ്പോൾ. ചിലപ്പോൾ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയാത്ത അത്രയും ആനകൾ ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. എന്ത് മനോഹരമായിരിക്കും ആ കാഴ്ച എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. വേറൊരു ആന ഫാമിലി ഇറങ്ങി വരുന്നത് കണ്ടോ? കൂട്ടത്തിലൊരു കുട്ടി ആനയുണ്ട്. ഞങ്ങളുടെ ബസ് കണ്ടപ്പോൾ അമ്മയാനയും കൂടെയുള്ള ആനയും കൂടെ ആ ആനക്കുട്ടിയെ നടുക്കാക്കി ശ്രദ്ധയോടെ നടക്കുന്നത് കണ്ടോ? അവിടെ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ച് കാട്ടികൾ മേയുന്നുണ്ട്. ഇന്ത്യൻ വൈൽഡ് ഗൗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാട്ടുപശു വർഗത്തിൽപ്പെടുന്നവരാണ് കാട്ടികൾ. ഇന്ത്യൻ ബൈസൺ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ബൈസൺ അല്ല, ഗൗർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മുതിർന്ന ഒരു ആൺകാട്ടിക്ക് 1000 കിലോയിലധികം ഭാരം കാണും. പെൺകാട്ടിയാവുമ്പോൾ അതൊരു 700 കിലോ വരെ വരാം. ഇങ്ങനെ 1000-ലധികം കിലോ ഭാരം വരുന്ന ഭീമാകാരന്മാരായ കാട്ടികളെയാണ് ടൈഗർ ഇടയ്ക്ക് വേട്ടയാടി ഭക്ഷണമാക്കാറുള്ളത്. കാട്ടിലെ ഏറ്റവും വലിയ സസ്യബുക്കുകളിൽ ഒന്നാണ് ഈ കാട്ടികൾ. നല്ല വളഞ്ഞ കൊമ്പും ഇരുണ്ട തവിട്ട് നിറമോ കറുപ്പ് നിറമോ ഒക്കെ ആയിരിക്കും ഇവരുടെ ശരീരത്തിന്. പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അക്രമകാരികളാവാറുണ്ട്. നാഗർഹോള ടൈഗർ റിസർവിൽ ഇവരെ ഒരുപാട് കാണാൻ കഴിയും. കബനി നദിക്കരയിലേക്ക് സഫാരി വണ്ടികൾ ഇറക്കാൻ കുറേ വഴികളുണ്ട്. ഈ നദിയിൽ വെള്ളം കുറവുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ വണ്ടികൾ ഇറക്കി മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുള്ളൂ. അപ്പുറത്തെ വഴിയിലൊരു സഫാരി ജിപ്സി ഇറങ്ങിയത് കണ്ടോ? അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ ജിപ്സിക്ക് അടുത്ത് നിൽക്കുന്ന ആനക്കൂട്ടത്തിലൊരു കൊമ്പനാനയെ കാണാം. അങ്ങനെ ആ ജിപ്സി ഇറങ്ങിയ വഴിയിലേക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ കൊമ്പനാന അവിടെ നിന്ന് നടന്ന് നീങ്ങുകയായിരുന്നു. ബസ് വരുന്നത് കണ്ടിട്ടാണ് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അതല്ല കാരണം. ഈ മുന്നിൽ പോകുന്ന പിടിയാനയുടെ പിന്നാലെ പോവുകയാണ് ഇവൻ. പിടിയാനയെ കണ്ടതോടുകൂടി ബസ്സിനെയൊക്കെ ശ്രദ്ധിക്കാൻ എവിടെ നേരം. എന്ത് ചെയ്യാനാ, കൊമ്പനാന ആയിപ്പോയില്ലേ, പിന്നാലെ പോയാലല്ലേ കാര്യമുള്ളൂ എന്ന മട്ടിലാണ് കൊമ്പൻ്റെ നടത്തം. ഈ കൊമ്പൻ മതപ്പാടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മതപ്പാടിലാവുമ്പോഴാണ് കൊമ്പനാനകൾ ഇങ്ങനെ ഇണയെ അന്വേഷിച്ച് നടക്കാറുള്ളത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ പിടിയാന ഈ കൊമ്പന് പിടികൊടുക്കാതെ മാറിപ്പോവുകയാണ്. കുറേ സമയമായി ചേസിങ് തുടങ്ങിയിട്ട്. പിടിയാനയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും അടുക്കുന്ന ലക്ഷണവുമില്ല.
അങ്ങനെ കുറച്ചു ദൂരം പിന്നാലെ നടന്നപ്പോൾ നമ്മുടെ പിടിയാനെ കൺവിൻസ്ഡ് ആയി എന്ന് തോന്നുന്നു. കൊമ്പൻ്റെ അടുത്തേക്കായിട്ട് മെല്ലെ വരുന്നുണ്ട്. പക്ഷെ പിന്നെയും ഇവരിങ്ങനെ അക്കരെ ഇക്കരെയായി മുഖത്തോട് മുഖം നോക്കി പുല്ല് നിന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് സീൻ കളറാക്കാൻ വേണ്ടി ഫോർഗ്രൗണ്ടിലൂടെ കുറച്ച് മാനുകൾ ഓടിയാൽ എങ്ങനെ ഇരിക്കും? മാനുകളെന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും അല്ല, 100 കണക്കിന് മാനുകൾ. നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ മാനുകളുണ്ട് ഈ കബനി നദിക്കരയിൽ. ഇതാ പോകുന്നു പിന്നെയും കുറേ മാനുകൾ. ബാക്ക്ഗ്രൗണ്ടിലെ ആനകളെ വിട്ട് എൻ്റെ ശ്രദ്ധ മാനുകളിലേക്ക് ആയിപ്പോയോ എന്നൊരു സംശയമുണ്ട്. സംശയിക്കണ്ട, ഇത്ര എണ്ണം മാനുകൾ ഒരുമിച്ച് കണ്ട ആരുടെ ആയാലും ശ്രദ്ധ മാറിപ്പോകും. അധിക നേരം ഇങ്ങനെ ആനകളുടെ അടുത്ത് നിൽക്കാതെ ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് പോയി. പോകുന്ന വഴിക്ക് സഫാരി ട്രാക്കിൽ അതുവഴി വന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് ആളുകൾ ഫോട്ടോ എടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? എന്തായിരിക്കും? അത് തന്നെ, മരത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന ഒരു പുള്ളിപ്പുലി. മരങ്ങൾക്കിടയിലൂടെ ഉള്ള ഒരു ചെറിയ ഗ്യാപ്പിലൂടെ മാത്രമേ ഇതിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പ് കിട്ടാനാണെങ്കിൽ മുന്നിലുണ്ടായിരുന്ന വണ്ടികൾ ഓരോന്നായി മാറ്റിത്തരേണ്ടിയും വന്നു. ഉച്ചമയക്കത്തിലായിരിക്കും. പുള്ളിപ്പുലികളേക്കാൾ വലിയ ജീവികളായ കടുവകളുള്ളതുകൊണ്ട് അതിൻ്റെ ആക്രമണം ഭയന്ന് ആണ് പുള്ളിപ്പുലികൾ ഇങ്ങനെ മരത്തിന് മുകളിൽ അധിക സമയം കഴിയാറുള്ളത്. കടുവകൾക്ക് മരം കയറാനുള്ള കഴിവ് വളരെ കുറവാണ്. മരങ്ങൾക്കിടയിലൂടെ കാണുന്നത് കൊണ്ട് തന്നെ മുന്നിലുള്ള ചില്ലകൾ കാരണം പുലിയുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പച്ച വിരിച്ച നദിക്കരയിൽ മൃഗങ്ങളെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഭംഗിയായിരിക്കുമെന്ന്. ഈ 2 കൊമ്പന്മാരുടെ സീൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. കബനി സഫാരിയിൽ നമ്മൾ കണ്ട കൊമ്പന്മാരുടെ എല്ലാം കൊമ്പുകൾക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ? നദിക്കരയിൽ നിലംപറ്റി വളരുന്ന പുല്ലിനെ കാലുകൊണ്ട് മണ്ണിൽ നിന്ന് ഇളക്കി ചെറിയൊരു കൂമ്പാരമാക്കി തുമ്പിക്കൈ കൊണ്ട് എടുത്ത് കഴിക്കുന്ന തിരക്കിലാണ് ഈ 2 ആനകളും. നദിയുടെ മറുകരയിൽ ആളുകൾ താമസമുണ്ട്. അവരുടെ കൃഷിഭൂമി ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നടുക്ക് നല്ല പച്ചപ്പുള്ള ഒരു ഭാഗം കണ്ടില്ലേ? അവിടെ ചെളിയും വെള്ളമൊക്കെ നിറഞ്ഞ ഏരിയയാണ്. അവിടെയാണ് ഈ എലിഫന്റ് ഫാമിലി നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ കണ്ടോ, വളരെ ചെറിയൊരു ആനക്കുട്ടിയും കൂടെ ഉണ്ട്. പാല് കുടിക്കാൻ നോക്കി എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചത് കൊണ്ടാവും എന്ന് തോന്നുന്നു. അമ്മേനൊരു തൊട്ട് കൊടുത്തത് കണ്ടോ? വളരെ ചെറിയ ആനക്കുട്ടികൾ ആനക്കൂട്ടത്തോടൊപ്പമുള്ള കാഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴും എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ കണ്ടോ ചളിയിൽ കിടന്ന് കളിക്കുന്നത്? അവിടെ നിന്ന് എണീറ്റ് വന്ന് ചെളിയിൽ കാല് താഴ്ന്നു പോകുന്നൊന്നും വകവയ്ക്കാതെ അടുത്തുള്ള മൈനകളെല്ലാം പീഡിപ്പിച്ചോടിക്കുന്നതാണ് കാണുന്നത്. അമ്മയാനയും മറ്റുള്ളവരും വെള്ളം കുടിക്കുന്നതിൻ്റെയും ചെളിയിൽ കളിക്കുന്നതിൻ്റെയും തിരക്കിലാണ്. ആനക്കൂട്ടത്തെയും വിട്ട് അവിടെ നിന്നും കബനിയുടെ വേറൊരു സൈഡിലേക്ക് പോയപ്പോഴാണ് ഒരു കൂട്ടം കഴുകന്മാർ ഒരു മാനിനെത്ത് നിന്ന കാഴ്ച കണ്ടത്. ഒരുപാട് വർഷങ്ങളായി ഞാൻ കബനിയിൽ വന്ന് സഫാരി എടുക്കുന്നു. ആദ്യമായിട്ടാണ് ചത്ത ഒരു മൃഗത്തിനെ കഴുകന്മാർ കഴിക്കുന്ന കാഴ്ച കാണുന്നത്. ഞങ്ങളുടെ ബസ്സിൽ നിന്നും കുറേ ദൂരം മാറിയാണ് ഇത് നടക്കുന്നത്. ഈ കൂട്ടത്തിൽ റെഡ് ഹെഡഡ് വൾച്ചറും പിന്നെ വൈറ്റ് റംപ്ഡ് വൾച്ചറും ഉണ്ട്. രണ്ടും 2 ടൈപ്പ് കഴുകന്മാരാണ്. കാണാൻ വലിയ പക്ഷികളാണെങ്കിലും കഴുകന്മാർ ഒരു ജീവികളെയും വേട്ടയാടി കൊന്നു തിന്നാറില്ല. സ്വാഭാവികമായി മരണപ്പെടുന്നതോ മറ്റ് ഇരപിടിയന്മാർ വേട്ടയാടി കഴിച്ചതിൻ്റെ ബാക്കിയാവുന്നതോ ആയ മൃഗങ്ങളെ മാത്രമേ കഴുകന്മാർ ഭക്ഷണമാക്കാറുള്ളൂ. അതുപോലെ ബാക്കി വന്ന ഒരു പുള്ളിമാനിനെയാണ് ഇവിടെ കഴുകന്മാർ കഴിക്കുന്നത്. കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് കഴുകനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ കർണാടകയിലെ നാഗർഹോളെ, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമലൈ, സത്യമംഗലം ഫോറസ്റ്റ് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് കഴുകന്മാരെ നമുക്ക് കാണാൻ കഴിയുക. വംശനാശ ഭീഷണി നേരിടുന്നവരാണ് കഴുകന്മാർ. ഇതിൽ തന്നെ കറുത്ത ശരീരവും ചുവന്ന തലയും ഉള്ളവരാണ് റെഡ് ഹെഡഡ് വൾച്ചേഴ്സ്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് കഴുകന്മാരുണ്ടായിരുന്ന കാലത്ത് നിന്നും വംശനാശ ഭീഷണി നേരിടുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കഴുകന്മാരിപ്പോൾ. അതിൻ്റെ കാരണം ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? ഇതാണ് റെഡ് ഹെഡഡ് വൾച്ചർ. കന്നുകാലികളിൽ ഉപയോഗിച്ചിരുന്ന ഡൈക്ലോഫിനാക് എന്ന മരുന്ന് കാരണമാണ് കഴുകന്മാർ വംശനാശത്തിൻ്റെ വക്കിലെത്തിയത്. ഈ മരുന്ന് ഉപയോഗിച്ച കന്നുകാലികൾ ചത്തു കഴിയുമ്പോൾ കഴുകന്മാർ കൂട്ടത്തോടെ വന്ന് ഭക്ഷിക്കുകയും ഡൈക്ലോഫിനാക് മരുന്ന് കഴുകന്മാരുടെ ശരീരത്തിലെത്തുകയും കൂട്ടത്തോടെ ചത്തുപോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സത്യത്തിൽ കഴുകന്മാരെ കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. നല്ലപോലെ കൺസർവേഷൻ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് ഇവരുടെ പോപ്പുലേഷൻ പതുക്കെ കൂടി വരുന്നുണ്ട്. നാഗർഹോളെ ടൈഗർ റിസർവിന് സമീപത്തായി ഒരുപാട് റിസോർട്ടുകളുണ്ട്. അവരും ഫോറസ്റ്റ് സഫാരിയും ബോട്ട് സഫാരിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു റിസോർട്ടിൻ്റെ ബോട്ട് സഫാരിയാണ് ഈ കാണുന്നത്. ബോട്ട് സഫാരി എടുത്താൽ നദിക്കരയിൽ നിൽക്കുന്ന ആനകളെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാം.
നമ്മളിങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു മുതല കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതുപോലെ ധാരാളം മുതലകളുള്ള ഒരു ഏരിയ കൂടിയാണിത്. മഗ്ഗർ ക്രോക്കോഡൈൽ അല്ലെങ്കിൽ മാർഷ് ക്രോക്കോഡൈൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കബനി നദിയിലെ അപ്പെക്സ് പ്രെഡേറ്ററാണ് ഇവർ. ഈ ഒരു ഇനം മുതലകൾ മാത്രമാണ് കബനി നദിയിൽ കാണപ്പെടുന്നത്. വയനാടിൻ്റെ ചില ഭാഗങ്ങളും ഇവയെ കാണാം. സഫാരി വണ്ടികളെല്ലാം റോഡിന് സൈഡിലായിട്ട് നിർത്തിയിട്ടത് കണ്ടില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ റോഡിന് സൈഡിലുള്ള ബുഷിനുള്ളിൽ ഒരു ടൈഗറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന വണ്ടികളാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഈ കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ടൈഗർ കറക്റ്റ് ഞങ്ങളുടെ ബസ്സിന് പിന്നിലൂടെ ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി. കട്ട്ലിപ്പ് മെയിൽ എന്ന് പേരിട്ട് വിളിക്കുന്ന മെയിൽ ടൈഗറാണിത്. എന്താ ഒരു സൈസ് നോക്കിക്കേ. ഇവൻ്റെ വയറ് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തിനെയോ പിടിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ലോണം നിറഞ്ഞിരിക്കുന്ന വയറാണ്. ഇത്രയും വണ്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു കൂസലും ഇല്ലാതെയാണ് ഇത് ക്രോസ് ചെയ്ത് പോയത്. മാക്സിമം ഒരു 2 മിനിറ്റ് അത്രയേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മെയിൽ ടൈഗർ നടന്ന് കാടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും പതുക്കെ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. വണ്ടികളുടെ തിരക്കിനിടയിൽ നടുക്ക് നിന്നിരുന്ന ഞങ്ങളുടെ ബസ്സിനും വേറൊരു ജിപ്സിക്കും ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞാണ് അവിടെ നിന്നും പോകാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ബസ് എടുത്ത് ഒരു 100 മീറ്റർ പോയില്ല. അപ്പോൾ തന്നെ ദാ നിൽക്കുന്നു വേറൊരു ടൈഗർ. ഒരു ടൈഗറും 2 കുട്ടികളും. പ്രതീക്ഷിക്കാതെ ടൈഗറിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഞാനടക്കം വണ്ടിയിലെ എല്ലാവരും. ക്യാമറ ഫുട്ടേജൊക്കെ ഷെയ്ക്കായി പോയതും അത് കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മഗ്ഗേ ഫീമെയിൽ എന്ന് പേരിട്ട് വിളിക്കുന്ന ഫീമെയിൽ ടൈഗറും അതിൻ്റെ ഇപ്പോഴത്തെ 2 കുട്ടികളുമാണിത്. വളരെ ബോൾഡായ ഒരു ഫീമെയിൽ ടൈഗറാണിത്. അതാണ് സഫാരി ബസ്സൊക്കെ അടുത്തുണ്ടായിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ബസ്സിനടുത്ത് വന്ന് മുന്നിലൂടെ ക്രോസ് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ കുട്ടികൾ 2 പേരും കുറച്ച് ഷൈ ആണ്. അമ്മ റോഡ് ക്രോസ് ചെയ്തിട്ടും കുട്ടികൾ ഇപ്പോഴും അപ്പുറത്തെ സൈഡിനുള്ളിലെ കാടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. റോഡ് സൈഡിൽ നിന്ന് അമ്മ വിളിച്ചപ്പോൾ അനുസരണയുള്ള നല്ല കുട്ടികളായി 2 പേരും ദാ വരുന്നു. ഞങ്ങളുടെ ബസ്സിന് മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്ത് അമ്മയുടെ പിന്നാലെ പോയി. നേരത്തെ പറഞ്ഞ ജിപ്സി കണ്ടിരുന്നോ? ആ ജിപ്സിക്കും ഞങ്ങളുടെ ബസ്സിനും മാത്രമേ ഈ സൈറ്റിംഗ് ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റോളം മാത്രമേ ഇവരിങ്ങനെ പുറത്തുണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടന്നതിന് ശേഷം മെല്ലെ ഇവർ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങളുടെ ലാസ്റ്റ് സഫാരി ആയിരുന്നു ഇത്. സഫാരി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിലേക്ക് എത്തിയപ്പോൾ ഒരു കരടി സഫാരി റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് കബനിയിൽ വെച്ച് എനിക്കൊരു കരടിയെ കാണാൻ കിട്ടുന്നത്. ഞങ്ങളുടെ ബസ്സിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ എഴുന്നേറ്റ് കാടിനുള്ളിലേക്ക് കയറി. സാധാരണ മനുഷ്യരെ ഒഴിവാക്കാനാണ് കരടികൾ ശ്രമിക്കാറുള്ളത്. കംഫർട്ട് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ റോഡരികിൽ കാണാറുള്ളൂ. പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിലും പെട്ടെന്ന് ഭയപ്പെടുകയോ കുഞ്ഞുങ്ങളൊപ്പം ഉണ്ടായിരിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കാട്ടിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളിലൊന്നായി കരടികൾ മാറും. അങ്ങനെയുള്ളൊരു ഭീകരനാണ് ഈ റോഡ് സൈഡിൽ ഞങ്ങളുടെ ബസ്സിൻ്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നത്. ഇനി ഇങ്ങനെ അധിക നേരം ഇതിൻ്റെ അടുത്ത് നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ അടുത്തൊന്നും എഴുന്നേക്കുന്ന ഈ ലക്ഷണവും കാണുന്നില്ല. ഇപ്പം ഞങ്ങളുടെ സഫാരി സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഉറങ്ങുന്ന കരടി അവിടെ വിട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫോറസ്റ്റ് സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.